ഇതിന് കൂണിന്റെ മണം വേണ്ടോ? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെട്ടോ. രാവിലെ തന്നെ പോരയാൾക്ക് കൂണിൻ്റെ മണം കിട്ടിയെന്ന് പറഞ്ഞു. നമ്മൾ നോക്കിയിട്ടാണെങ്കിൽ ഒരു മണം കിട്ടണമില്ല. ഇത് ചിലർക്ക് മാത്രമായിട്ട് കിട്ടുള്ളൂ ഈ സംഭവം. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ തപ്പി തപ്പി വന്നു. മമ്മിക്കാണെങ്കിൽ കറക്റ്റ് മണം കിട്ടുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരെ മമ്മി കണ്ടുപിടിക്കും. അപ്പോൾ ഇതാണ് കൂണ്, കരിയില കൂണാണ്. ആ പ്രദേശം കുറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ പഴയ ആൾക്കാർക്ക് കൂണുണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയാനുള്ളൊരു സംഭവം കൂടിയുണ്ട്. അതായത് ഇടി വെട്ടും. സാധാരണ വെട്ടനെക്കുട്ട് ഉള്ള വെട്ടല്ല, ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ ഉരുണ്ട് പോകും. അതായത് ഈ സൗണ്ട് വിടുന്ന് അപ്പുറ സൈഡിലേക്കൊക്കെ ഡോൾബി സിസ്റ്റം പോലെ പോണ ഒരു ഇടി വെട്ടും. നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് ഞാൻ പറയാൻ പറ്റും. ആ ഇടി വെട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൂണുണ്ടാവുന്നതാണ്. അതിൻ്റെ പേരാണ് കൂണിടി. ഇടി വെട്ടിക്കഴിഞ്ഞാൽ കൂണുണ്ടാവുന്നൊക്കെയാണ് പഴയ ആൾക്കാർക്ക് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇടി വെട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. രാവിലെ മണം കെട്ടിയിട്ടാണ് നമ്മൾ ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചത് കേട്ടോ. നമ്മൾ പറയുമ്പോൾ തന്നെയായിട്ട് ഉണ്ടായേക്കണേ. ഈ കൂണിന് നമ്മൾ പറയുന്നത് കരിയില കൂണിനാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തൊക്കെ എന്താ പറയണതെന്ന് അറിയാവുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ കേട്ടോ. അതുപോലെ തന്നെ ഈ കൂണിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും പൊക്കം തന്നെ അതിൻ്റെ താഴത്തേക്ക് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ അത്രയൊന്നും നമുക്ക് കിട്ടാറില്ല മണ്ണിൻ്റെ അടിയിൽ നിന്ന്. അപ്പോഴത്തേക്കും പൊട്ടിപ്പോരുകയാണ് ചെയ്യാറ്. അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ കൂണ് പറിക്കുമ്പോൾ മിണ്ടാണ്ട് പറിക്കണം എന്നാണ്, അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഇതുണ്ടാവില്ല ഇവിടെ. ഞങ്ങളപ്പോൾ ഇതൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ഏറ്റെടുത്തു. പപ്പയും വന്നിട്ടുണ്ട് കൂണ് പറിക്കാനായിട്ട്. അങ്ങനെ ഇന്നത്തെ കൂണൂറ് കഴിഞ്ഞു. ഇത്രയും കൂണാട്ടോ നമുക്കിന്ന് കിട്ടിയേക്കണേ. അതിൻ്റെ കൂടെ നാളത്തേക്ക് വേണ്ടി നമ്മൾ കരുതൽ മാറ്റി വെച്ചിട്ടുണ്ട്. വിടരാത്ത മുട്ടുകൾ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോരാളിക്ക് കിട്ടിയ മണം വെറുതെ ആയില്ല. ഒരു ചേമ്പല നിറച്ച് കൂണായിട്ടോ തന്നെ. അതാണ് ചിലർക്ക് ഈ ഇതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് കിട്ടും. പെട്ടെന്ന് കിട്ടണ മാത്രമല്ല, കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാനും പറ്റും അവർക്ക്. ഇനി ഇതെങ്ങനെ നന്നാക്കണേന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വേറെ ഒന്നുമില്ല, കൂൺ നന്നാക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ മേളത്തെ മുട്ടിൻ്റെ അവിടെ നിന്ന് ആ ബ്ലാക്ക് കളറുള്ള സാധനം ജസ്റ്റ് ഒന്ന് ചെത്തിക്കളയുക, തോല് പോലെ ഇതുപോലെ ചെത്തിക്കളയുക. അത് കഴിഞ്ഞിട്ട് പീസാക്കി എടുക്കാനുള്ളൂ. ആണ്ടിലും കൊല്ലത്തിലും ഒത്തിരി കഷ്ടപ്പെട്ട് കിട്ടണ, അല്ലെങ്കിൽ ഒത്തിരി തപ്പി പിടിച്ച് കിട്ടണേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒത്തിരി സാധനമൊന്നും കളയാനില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളവും വെച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ അലമ്പി കഴുകണം കേട്ടോ. ഇങ്ങനെ കഴുകണം എന്തിനാണെന്ന് വെച്ചാൽ, മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഇൻസെക്ട്സ് അല്ലെങ്കിൽ പ്രാണികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെറുള്ളിയും കറിവേപ്പിലിടാം. ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മളിന്ന് കൂണുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുള്ളിയൊക്കെ ഒന്ന് മൂത്തങ്ങ് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി തേങ്ങയും കൂടി ഇടാം കേട്ടോ. കൂണ് നമുക്ക് പല രീതിയിലുണ്ടാക്കാം കേട്ടോ. തേങ്ങ അരച്ച് വയ്ക്കാം, അല്ലാണ്ട് എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് മുളക് പൊടി മാത്രമാണ് ചേർക്കണം. ഈ മുളക് പൊടി മാത്രം ചേർക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂണിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തേക്ക് ഒത്തിരി മസാല ഇട്ടൊന്നും നശിപ്പിച്ച് കളയേണ്ട ഒരു സാധനമല്ല നമ്മുടെ ഈ കൂണെന്ന് പറഞ്ഞ ഐറ്റം. അപ്പോൾ ഈ മുളക് പൊടി ഒന്നും കൂടെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ കഴിഞ്ഞ് വെച്ച് കൂണിടാം കേട്ടോ. ഈ കൂണ് ഒരു 6 പ്രാവശ്യം കഴുകിയിട്ടാണ് നമ്മൾ എടുത്തിട്ടാണ്, എന്നാലാണ് അതിൻ്റെ അകത്ത് മണ്ണൊക്കെ പോകുള്ളൂ, അല്ലെങ്കിൽ മണ്ണ് കടി. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി കഴുകുമ്പോൾ കൂണിലേക്ക് വെള്ളം പിടിക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ വെള്ളം അഡീഷണൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്നത് ഫ്രൈ പോലെ അല്ലെങ്കിൽ ഉലത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ആ വെള്ളത്തിൽ തന്നെ കിടന്നത് വേവും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂണിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതൊന്ന് വെന്ത് ആ വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞാൽ നമ്മുടെ കൂണ് റെഡി ആയിട്ടോ.
നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് മൂട്ടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂണ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം നല്ലതായിരിക്കും, അല്ലെങ്കിൽ എങ്ങാനും അടിപ്പിടിച്ച് പോയാലോ. അപ്പോൾ ഈ വെള്ളമൊക്കെ പറ്റി നമ്മുടെ കൂണ് റെഡി ആയിട്ട് കേട്ടോ. ഇപ്പോൾ ഈ റെഡി ആയത് നമ്മൾ അതിൻ്റെ കൂടെ ചോറങ്ങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം കിട്ടിയതാണ്, അപ്പോൾ ഈ വർഷം ഫസ്റ്റ് ടൈമാണ് ഈ ചോറും ഈ കൂണും കൂടി കഴിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ആ ചോറിലേക്ക് ഒരു ഇച്ചിരി കൂണിങ്ങനെ എടുത്തിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു ഉരുള ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ എൻ്റെ മോനെ